Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മുടെ KECB ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ 13-നാണ്. സിലബസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള PSCയുടെ സൈറ്റിലുണ്ട്. നമ്മുടെ ITI ബേസ്ഡ് സിലബസ് തന്നെയാണ്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ITI ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയേ ബേസിക് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഴയ സിലബസിലും സെയിം സാധനങ്ങൾ തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്. അത് തിയറി പോർഷൻസ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ അത് പഠിക്കുക. പിന്നെ വരുന്നത് നമ്മളുടെ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അതായത് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ ആണോ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണോ, ലോസ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, റെസിസ്റ്റിവിറ്റി, അങ്ങനെയുള്ള ടെർമിനോളജീസ് ഒക്കെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായി നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. തിയറിറ്റിക്കൽ ആണ്. അണ്ടർഗ്രൗണ്ട് കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന ടെർമിനോളജീസ്, ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഓംസ് ലോ പോലുള്ളത് അടുത്ത മൊഡ്യൂളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ഓംസ് ലോ ആണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. അതിലെന്താണ് ഓംസ് ലോയും ക്രിച്ചോഫ്സ് ലോയും, അത് റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. കുഞ്ഞു പ്രോബ്ലംസ്, അത് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് ഇലക്ട്രിക് കറൻസിൻ്റെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പറയുമ്പോൾ നമ്മളുടെ ഇലക്ട്രോളിസിസ് പോലുള്ള സെൽസിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവിടെ നോക്കേണ്ടത്. ആ മൊഡ്യൂളിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കെമിക്കൽ എഫക്റ്റ് പഠിക്കുന്നതോടുകൂടി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, ആ സെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ഓഫ് സെൽ, അതായത് പാരലൽ ഗ്രൂപ്പിംഗ്, സീരീസ് ഗ്രൂപ്പിംഗ്, കോമ്പിനേഷൻസ് ഒക്കെ നോക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. പിന്നെ എന്താ വരുന്നത്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽ, ബക്ലിംഗ്, സെഡിമെൻറ്റേഷൻ, ഇതൊക്കെ എന്താണ് അതിൻ്റെ ഡിഫക്ട്സുകളാണ്. അപ്പോൾ സെൽസ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിച്ചു പോവുക. ഈ ബാറ്ററീസ് എന്ന ഏരിയ ആണ് കൂടുതലായിട്ടും. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പ്രൈമറി സെൽസ് എന്താണ്, സെക്കൻഡറി സെൽസ് എന്താണ്, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. നിറയെ ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പോകണം. പിന്നെ ഓംസ് ലോയും ക്രിച്ചോഫ്സ് ലോയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലേ. ഓംസ് ലോ പഠിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നോക്കുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കറന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെയാണ് കൂടുതലായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. തേർഡ് മൊഡ്യൂൾ നോക്കിയേ. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അല്ലെ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് മാഗ്നറ്റും അതിൻ്റെതായ, അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്യുക. അതിനൊക്കെ ഒരുപാട് തവണ അതിൻ്റെ എക്സാമ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ടെർമിനോളജീസിലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ, അതുപോലെ ടേംസുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ്. അതിൻ്റെ യൂണിറ്റ്സുകളൊക്കെ നന്നായി പഠിക്കണം. MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, പിന്നെ കപ്പാസിറ്ററിൻ്റെ ടൈപ്സ്, അതിൻ്റെ അതായത് പാരലൽ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു മൊഡ്യൂളിൽ വരുന്നതാണ്. അപ്പം നന്നായി അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. കൂടുതലായിട്ടും ഈ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിലും ചോദിച്ചിട്ടുള്ളതാണ്. അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. അതുകൂടാതെ തന്നെ ടെർമിനോളജീസും അതിൻ്റെ യൂണിറ്റ്സും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളത് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ.
അടുത്തത് എന്താണ് മൊഡ്യൂൾ 4. അപ്പോൾ ഈ ഫസ്റ്റ് 4 മൊഡ്യൂളും തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമുക്ക് ഫസ്റ്റ് 4 മൊഡ്യൂളിൽ നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ മൊഡ്യൂൾസും ഈസി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് എന്നാണ് ലാസ്റ്റ് 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം AC-യുടെ ജനറേഷൻ ഓഫ് AC, അതിലും എന്തൊക്കെയാണ്, വെറും ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം പഠിച്ചു പോയാൽ പോരാ, അവിടെയും നമ്മളുടെ ടെർമിനോളജീസുകൾ വരുന്നുണ്ട്. അതായത് ഫ്രീക്വൻസി, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കുറച്ച്, അതായത് സൈനസോയ്ഡൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അതിലുള്ള ഫാക്ടേഴ്സുകളാണ് നമ്മൾ നോട്ട് ചെയ്ത് പോവേണ്ടത്. പിന്നെ എർത്തിങ് റിലേറ്റഡ് ആയിട്ട് നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്സ് ഉണ്ട്. അതിൽ ഓരോ എർത്തിങ്ങിൻ്റെയും ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കി പോകണം. പിന്നെ ടൈപ്സ് ഓഫ് വയറിങ്, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വയറിങ് എന്ന് പറയുന്നുണ്ട്. വയറിങ്ങിൽ നമ്മൾ ക്ലീറ്റ് വയറിങ്, കേസിങ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ്, കോൺഡ്യൂട്ട് വയറിങ്, അങ്ങനെയുള്ള വയേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെയാണ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവേണ്ടത്. അതിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിങ് ഏതാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. പിന്നെ നോക്കിയേ, ഗ്രേഡിംഗ് ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കറണ്ട് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് ബൈ മെഗർ, ഇത്രയും ടോപ്പിക്സ് ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ 4 മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾ ഈ നമ്മളുടെ മാഗ്നറ്റിസം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് മെഷീൻസ് പഠിക്കാൻ എളുപ്പമാണ്. അതായത് DC മെഷീൻസിൻ്റെ DC മോട്ടറുണ്ട്, അതുപോലെ DC ജനറേറ്റർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ടൈപ്സ്, EMF ഇക്വേഷൻസ്, അതുപോലെ ടൈപ്സിൽ തന്നെ നമുക്കറിയാം സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, അങ്ങനെയുള്ള ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, DC മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടേഴ്സിൻ്റെ ഓരോ പോയിന്റുകളും നമുക്ക് ഈച്ച് ആൻഡ് എവരി പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ, സ്പീഡ് കൺട്രോൾ മെഷീൻ, എവിടെയാണ് അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു പോവേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, AC മോട്ടറിലേക്ക് വരുമ്പോൾ അല്ലേ, നമുക്ക് DC മെഷീൻസ് തനിയാണ് ഒരു മൊഡ്യൂളായിട്ട് തന്നിട്ടുള്ളത്. AC മെഷീൻസിൻ്റെ കേസിൽ, AC മോട്ടറിൻ്റെ കേസിൽ വരുമ്പോൾ AC മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സ്, അതായത് സിംഗിൾ ഫേസ്, 3 ഫേസ്, അത് DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഓരോ സ്റ്റാർട്ടേഴ്സും AC മോട്ടറിൽ. അതുപോലെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ AC മോട്ടോർ പാനൽ വയറിംഗ് ഉണ്ട്, ഫേസ് സീക്വൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നന്നായി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു പോവേണ്ടതാണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. മൊഡ്യൂൾ 7 എന്ന് പറയുന്നത്, അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതുപോലെ അതിലെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്കുകളുണ്ട് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്ന ഏരിയ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക് എന്നൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ്. അത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താ, ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഇതിൻ്റെ EMF ഇക്വേഷൻ വരും, പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, അതിൽ യൂസ് ചെയ്യുന്ന കൂളിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഒക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ പകുതി എന്താണ് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും, ബാക്കി ഹാഫ് എന്താണ് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ മൊഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവേണ്ടത്. നെക്സ്റ്റ് നോക്കിയാൽ മൊഡ്യൂൾ 8 എന്താണ്, ഇലുമിനേഷനും ബേസിക് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇലുമിനേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ, ഇലുമിനേഷൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ നോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത് പോവേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ കുറച്ച് ടേംസ് ഉണ്ട്. അതായത് ലൂമിനസ് ഫ്ലക്സ് എന്താണ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്താണ്, അങ്ങനെയുള്ള ടേംസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ രണ്ട് ലോസ് ഓഫ് ഇലുമിനേഷൻസ് നമ്മൾ പഠിക്കും. ലോസ് ഓഫ് ഇലുമിനേഷനിൽ എന്താണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോയും ലെമ്പേർട്സ് കൊസൈൻ ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോസുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് ലാമ്പിലോട്ട് പോവുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാമ്പ് നമ്മൾ പഠിക്കും. അതായത് ലാമ്പുകളിൽ തന്നെ 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ആർക്ക് ലാമ്പ്, അതുപോലെ ഡിസ്ചാർജ് ലാമ്പ് പറയുന്ന ലാമ്പ്, പിന്നെ വരുന്ന ലാമ്പുകൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിലമെൻറ്റ് ലാമ്പൊക്കെയാണ്. അതിലൊരു ക്ലാസിഫിക്കേഷൻ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഒരുപാട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാർബൺ ആർക്ക് ലാമ്പ് പോലുള്ളത്, നിയോൺ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, അങ്ങനെയുള്ള ലാമ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. അതാണ് ഈ ടൈപ്സ് ഓഫ് ലാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെമി കണ്ടക്ടർ, അതായത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. P ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, N ടൈപ്പ് സെമി കണ്ടക്ടർ, ഡയോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഇങ്ങനെയാണ് ആ ഒരു
ഏരിയ, അതായത് മൊഡ്യൂൾ 8 വന്നിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവേണ്ടത് കേട്ടോ. അടുത്തത് നോക്കിയേ, പവർ ജനറേഷൻ എന്ന് മാത്രമല്ല, അതിനകത്ത് ചെറിയൊരു സെക്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ കൂടി അതൊരു വാസ്റ്റ് ഏരിയ ആണ്. അതായത് ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി, അതുപോലെ വേരിയസ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന ടേംസുകളും കാര്യങ്ങളും എല്ലാം നോക്കണം കേട്ടോ. അപ്പോൾ ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി വരുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. അതായത് വിൻഡ് പവർ പ്ലാന്റ്, സോളാർ, ന്യൂക്ലിയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ യൂസ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സുകളും വളരെ നീറ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ് ഇതിൻ്റെ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് അല്ലേ. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അതിനും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പോൾസ്, ആ പോളിൻ്റെ ലെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ കമ്പാരിസൺ, അതായത് AC ആൻഡ് DC ട്രാൻസ്മിഷൻ തമ്മിലുള്ള കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് പഠിച്ച് വേണം പോവേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും മൊഡ്യൂൾസ്, അതായത് മൊഡ്യൂൾസിലൊന്നും, അതായത് എല്ലാ സിലബസ് അതേ ITI എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ITI ബേസ്ഡ് ആണ് ഓരോ സിലബസും. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ, പെട്ടെന്നാണ് എക്സാം വന്നിട്ടുള്ളത്. അപ്പം നന്നായി പഠിച്ചു പോകേണ്ടതാണ്. ഓരോന്നിനും നിങ്ങൾ റിവിഷൻ ചെയ്യുക, അതായത് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് റിവിഷൻ ചെയ്യുക. MCQs ചെയ്താൽ മാത്രമേ നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.